യെസ്. ഇപ്പൊ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യാമോ? കേൾക്കാം, കാണാം സാറേ. സകല ലോകത്തിന്റെ രാജാവ് എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഹല്ലേലൂയ സ്റ്റഡി സർക്കിൾ നടത്തുന്ന ബേത്ത്ലഹേം ടു മൗണ്ട് ഒലീവ് എന്ന രണ്ടാമത്തെ ലെക്ചർ സീരീസിലേക്ക് നമ്മൾ വരിക. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ബയോഗ്രഫിയാണ്, ജീവചരിത്രം മുഴുവനും. കർത്താവിന്റെ ജീവചരിത്രം പഠിക്കുമ്പോൾ കർത്താവ് ജനിച്ച് വളർന്ന നാട്, കർത്താവുമായി ബന്ധപ്പെട്ട ആളുകൾ, തൻ്റെ സാമൂഹ്യ, സാംസ്കാരിക, മതപരമായ, രാഷ്ട്രീയ, കുടുംബ പശ്ചാത്തലം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഇത്തരം കാര്യങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, നമ്മളെ ദ ഹോൾ ബൈബിൾ കവർ ചെയ്യുന്ന ഒരു മാസീവ് പ്രോഗ്രാമിന്റെ പാർട്ടാണ്. ഇത് മാത്രമായിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഹോൾ ബൈബിൾ 66 പുസ്തകങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോ ഈ 66 പുസ്തകങ്ങളുമായി കണക്റ്റഡ് ആയിരിക്കുന്ന ലൈഫാണ് യേശു ക്രിസ്തുവിൻ്റെത്. ഇൻ each one of the 66 books of the Bible, you can see the Lord Jesus Christ as a central character. ആ പുസ്തകത്തിന്റെ സെൻട്രൽ ക്യാരക്ടറാണ് ഓരോ പുസ്തകത്തിന്റെയും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. ഞാൻ അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ വരുന്ന ക്ലാസ്സുകളിൽ. അപ്പോ നമ്മുടെ മുഴുവൻ വേദപുസ്തകമായിട്ട് കണക്ട് ചെയ്ത് യേശു ക്രിസ്തുവിനെ നമ്മൾ പഠിക്കാം. മുഴുവൻ വേദപുസ്തകമായിട്ട് കണക്ട് ചെയ്ത്. ചിലർ പറയാറുണ്ട്, ഞങ്ങൾക്ക് റോമാലേഖനം പഠിക്കാനില്ലായിരുന്നു, ഞങ്ങൾക്ക് കൊരിന്ത്യർ ലേഖനം പഠിക്കാനില്ലായിരുന്നു, ഞങ്ങൾക്ക് എഫെസ്യ ലേഖനം ഞങ്ങളുടെ ഡീറ്റെയിൽ സ്റ്റഡി അല്ലായിരുന്നു, യെശയ്യാവ് ഞങ്ങൾ പഠിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ പറയുന്നത് തെറ്റാ. അങ്ങനെ ബൈബിൾ പഠിക്കരുത്. ഇപ്പം ഒരു ആരോഗ്യമുള്ള മനുഷ്യനെന്ന് പറഞ്ഞാൽ വലതുകൈ ബലമുള്ളവൻ ഇടതുകൈ തളർന്നവനാണോ? അല്ലല്ലോ. എല്ലാ ശരീരവും ഒരുപോലെ ഫങ്ഷൻ ചെയ്യുന്നതിൽ ഒരു ഹെൽത്തി ബോഡി. ഇതുപോലെ 66 പുസ്തകങ്ങളിൽ ഒരുപോലെ ഗ്രാഹ്യം ഉണ്ടാകുന്നതാണ് ആരോഗ്യകരമായ വേദപുസ്തക പരിജ്ഞാനം എന്ന് പറയുന്നത്. അതിനാണ് നമുക്ക് ഈ ക്ലാസ്സുകൾ വേണ്ടിയത്. അതാണ് നമ്മുടെ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ എക്സോസ്റ്റീവായ, വ്യാപകമായ രീതിയിലായിരിക്കും എല്ലാ പുസ്തകങ്ങളെയും കവർ ചെയ്യുമ്പോൾ അത് പ്രയോജനം വരണമെന്ന രീതിയിലാണ് മുഖവരകൾ പറഞ്ഞത്. മുഖവര ഇല്ലാതെ എനിക്കിത് പഠിപ്പിക്കാൻ കഴിയും. പക്ഷേ വളരെ പ്രധാനപ്പെട്ട മുഖവരകൾ പറഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ലാതെ വരും. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ദി എൻട്രി ഇൻ ടു ദി ന്യൂ ടെസ്റ്റ്മെന്റ്. എൻട്രി ഇൻ ടു ദി ന്യൂ ടെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എവിടുന്ന് എൻട്രി ചെയ്യുന്ന കാര്യമാണ്. ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് എവിടുന്ന് കയറുന്ന കാര്യം പറയുന്നത് ഫ്രം ദി ഓൾഡ് ടെസ്റ്റ്മെന്റ്. പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയ്ക്ക് ഒരു ബ്ലാങ്ക് പേജ് നമുക്ക് കാണാം. ഒന്നും എഴുതിയിട്ടില്ലാത്ത പേജ് കാണാം. ഈ ഒന്നും എഴുതിയില്ലാത്ത പേജിനെ നമുക്ക് എന്തോ പറയാം? അതിനെ ഇന്റർ ടെക്സ്റ്റ്മെന്റൽ പീരീഡ് എന്ന് പറയും. ഇന്റർ ടെക്സ്റ്റ്മെന്റൽ പീരിയഡ്. ഇന്റർ ടെക്സ്റ്റ്മെന്റൽ പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാലഘട്ടത്തിനും ഇടയ്ക്കുള്ളത്, വിശുദ്ധ പഴയ നിയമത്തിനും വിശുദ്ധ പുതിയ നിയമത്തിനും ഇടയ്ക്കുള്ളതിനെയാണ് ഇന്റർ ടെക്സ്റ്റ്മെന്റൽ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇന്റർ ടെക്സ്റ്റ്മെന്റൽ പീരീഡ് എന്ന് പറയുന്നത് പ്രിസൈസ്ലി സ്പീക്കിംഗ് 400 years ആണ്. പ്രിസൈസ്ലി സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ 433, പല കലണ്ടർ തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. 433 BC ഓൾഡ് ടെസ്റ്റ്മെന്റ് അവസാനിക്കുക. ചില കലണ്ടർ പ്രകാരം 399 വാട്ടവർ ഇറ്റ് മേ ബി. എന്നിട്ട് AD 4 നമ്മളുടെ ന്യൂ ടെസ്റ്റ്മെന്റ് ആരംഭിക്കുക. ഡിഫറൻസും ഉണ്ട്, കലണ്ടർ അനുസരിച്ച് ഡിഫറൻസ് ഉണ്ട്. നമുക്ക് പ്രിസൈസ് ആയിട്ട് 400 years എടുക്കാം. ഈ 400 yearsനെ പറ്റി രണ്ട് കാര്യങ്ങളാണ് ഇത് ഞാൻ ഓടിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ 400 yearsനെ ഇൻഫ്ലുവൻസ് ചെയ്ത 10 ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ ഈവൻസ് ഉണ്ട്. 10 ഹിസ്റ്റോറിക്കൽ ഈവൻസ് that influenced the Old Testament, the intertestamental period. Intertestamental period സ്വാധീനിച്ച 10 സംഭവങ്ങൾ.
അത് നമ്മൾ ആദ്യം ഓടിച്ചു നോക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ കാണാൻ പോകുന്നത് വാട്ട് ഹാപ്പൻഡ് ഇൻ ദ ഇന്റർടെസ്റ്റ്മെന്റൽ പീരിയഡ്. ഇത് രണ്ടും മനസ്സിലാക്കാതെ നമ്മൾ പുതിയ നിയമം വായിക്കരുത്. നിങ്ങൾ വായിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു ടീച്ചിങ് പർപ്പസിന് വേണ്ടി ഞാൻ പറഞ്ഞത്. നമ്മൾ പുതിയ നിയമം പഠിപ്പിക്കുകയാണെങ്കിൽ ദ ഹോൾ ന്യൂ ടെസ്റ്റ്മെന്റ്, ഞാൻ ഗോസ്പെൽസ് മാത്രമാണ് പറഞ്ഞത്, ദ ഹോൾ ന്യൂ ടെസ്റ്റ്മെന്റിന് വേണ്ടി ഇത് ബാധകമാണ്. പ്രത്യേകിച്ച് വിശുദ്ധ സുവിശേഷങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഏതൊക്കെ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ? ഞാൻ ആദ്യം പറഞ്ഞത് the 10 events that influenced the intertestamental period. ഈ ബ്രാക്കറ്റ് പീരീഡിനെ സ്വാധീനിച്ച 10 പ്രധാന ചരിത്ര സംഭവങ്ങൾ. ഇനി രണ്ടാമത്തെ കാര്യം, what happened during this 400 years. ഈ 400 വർഷങ്ങളിൽ എന്താണ് സംഭവിച്ചത്? ഇപ്പൊ നമ്മൾ നോക്കിക്കോണം, ഈ രണ്ട് കാര്യങ്ങൾക്ക് ഞാൻ I have to go out of the Holy Scriptures. ഹോളി സ്ക്രിപ്റ്റേഴ്സിന്റെ പുറത്ത് നമ്മൾക്ക് പോകേണ്ടി വരും. കാരണം എന്തെന്നറിയാമോ? ഞാൻ മുമ്പ് നമ്മുടെ ഒരു ക്ലാസ്സിൽ പറഞ്ഞ പോലെ വേദപുസ്തക എഴുത്തുകാര് ചരിത്രം എഴുതുകയല്ല. അവര് നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമായ ദൈവവചനം നമുക്ക് തരിക. പക്ഷെങ്കിൽ അത് നമ്മൾ വ്യാപകമായി പഠിക്കണമെങ്കിൽ, ആഴമായി പഠിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അതിനോട് കണക്ട് ചെയ്യണം. ഒന്നാമത്തെ കാര്യം ചരിത്രവും, മറ്റൊരു ഭൂമിശാസ്ത്രവും. എൻ്റെ മുമ്പൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഓർക്കുന്നുണ്ട്, നിങ്ങൾ മറന്നു കാണും. ചരിത്രവും ഭൂമിശാസ്ത്രവും കൂടി ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുമ്പോൾ ദാറ്റ് മീൻസ് അബ്സല്യൂട്ട് ട്രൂത്ത് ഈസ് റിവീൽഡ്. ചരിത്രം ഇത്രാം തീയതി ഇത്ര മണിക്ക് എന്ന് പറയുന്നതാണ് ചരിത്രമെങ്കിൽ, ഇന്ന ഇടത്ത് എന്ന് പറയുന്നതാണ് ഭൂമിശാസ്ത്രം. അല്ല ഉരുളത്തുരുളത്തുരുളത്തെന്ന് പറയുന്നതല്ല. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേരുമ്പോൾ നമുക്ക് അബ്സല്യൂട്ട് ട്രൂത്ത് കിട്ടിക്കഴിഞ്ഞു. വിശുദ്ധ വേദപുസ്തകത്തിന്റെ മാത്രം ഒരു പ്രത്യേകത എന്തെന്നറിയാമോ? ഇത് രണ്ടും എപ്പോഴും ഒരുമിച്ച് ചേരുന്നുള്ളതാണ്, എപ്പോഴും ഒരുമിച്ച് ചേരുന്നുള്ളതാണ്. പക്ഷെ ഒരു പ്രോബ്ലം എന്തെന്നറിയാമോ? അതിന് നമ്മൾ വി ഹാവ് ടു ഗോ ഔട്ട് ഓഫ് ദ ബൈബിൾ. നമ്മൾ എഴുതപ്പെട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് കുറേ മാറിപ്പോകേണ്ടി വരും. കുറേ നമ്മൾ പുറത്തോട്ട് മാറിപ്പോയി കഴിയുമ്പോൾ മാത്രമേ, നിർഭാഗ്യവശാൽ ഐ ഷുഡ് സേ, ഞാൻ അങ്ങനെയല്ലേ ആ ടെർമിനോട് ഉപയോഗിച്ചത്, നിർഭാഗ്യവശാൽ, അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഞാൻ ഈ പറഞ്ഞ ഭാഗത്തെത്താൻ കഴിയത്തുള്ളൂ. എന്ത് ചെയ്യാം? ഭയങ്കര കഷ്ടമായി പോയി അല്ലേ? അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞല്ലോ, നമ്മൾ വിശുദ്ധ വേദപുസ്തകം ആധാരമാക്കി അല്ലാതെ ക്ലാസ് എടുക്കത്തില്ലെന്ന്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചേക്കും, പാസ്റ്റർ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പറയും, സാർ അങ്ങനെ പറയുകയും ഇപ്പൊ പറഞ്ഞു വന്നപ്പോൾ നേരെ തിരിച്ചാകുകയും ചെയ്തെന്ന് നിങ്ങൾ ചില മിടുക്കന്മാർ ഇപ്പൊ പറയുന്നത് എനിക്കറിയാം. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും വിശുദ്ധ വേദപുസ്തകം കൊണ്ടുവരണമെന്ന്. വേദപുസ്തകം കൊണ്ടുവരാതെ ആരും നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കരുതെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് എൻ്റെ വിശ്വാസം. നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം ചെയ്യണം. നിങ്ങൾ കൊണ്ടുവന്ന വേദപുസ്തകം എല്ലാവരും ഒന്ന് കയ്യിലെടുത്തിട്ട് നമുക്ക് വേദപുസ്തകം വായിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. എല്ലാവരും വേദപുസ്തകം തുറന്നിട്ട് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 33 മുതലുള്ള വാക്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ വായിക്കാൻ പോവാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 33 മുതലുള്ള വാക്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ വായിക്കാൻ പോവാണ്. ദയവായിട്ട് നിരത്തിട്ട് സംബഡി ഫ്രം ദ ഹോസ്റ്റ് സൈഡ്, ഹോസ്റ്റായി വർക്ക് ചെയ്യുന്ന രാകേഷോ ആശയോ അല്ലെങ്കിൽ ടോംസൺ ബ്രദറോ ആരെങ്കിലും അത് ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 33 മുതലുള്ള വാക്യം. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്തം പ്രാപിച്ചു. സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യം ഏറ്റു.
വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു. ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു. ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്തം നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ മതി. അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. നമ്മളിവിടെ ഒരു സെറ്റ് ഓഫ് വിശ്വാസ വീരന്മാരെ കാണും, സ്റ്റോൾവാർഡ്സ് ഓഫ് ഫെയ്ത്തിനെ കാണും. നിർഭാഗ്യവശാൽ ഞാന് കേട്ടിട്ടുള്ള ധാരാളം പ്രസംഗങ്ങളിൽ ഇതെല്ലാം അപ്പോസ്തലന്മാരായിരുന്നെന്നാ. ഈ ജടയാളുകളുടെയും കോലാടുകളുടെയും വേഷം ധരിച്ചു, ഈർച്ചവാളാൽ അടക്കപ്പെട്ടു. വേറെ ചിലര് ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് വേണ്ടി ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. ചിലര് സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ തിരിച്ചു കിട്ടി. അന്യന്മാരുടെ സൈന്യത്തെ ഓടിച്ചു. ഈ അന്യന്മാരുടെ സൈന്യത്തെ ഓടിച്ചതൊക്കെ പറയുമ്പോൾ അപ്പോസ്തലന്മാരാണ് സൈന്യത്തെ ഓടിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതൊന്നും അപ്പോസ്തലന്മാരല്ല. ഈ പറഞ്ഞ ഇത് നിങ്ങൾ പ്രത്യേകിച്ച് വായിച്ചോണം, ഓരോ കാറ്റഗറി എടുത്തെടുത്തത് വായിച്ചോണം കേട്ടോ. ഓരോരുത്തർ കാറ്റഗറി ഇത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കണം, ഇതുമല്ല അപ്പോസ്തലന്മാരായിരുന്നോ? ഇതാരും അപ്പോസ്തലന്മാരല്ലായിരുന്നു. അപ്പോസ്തലന്മാർ നിലവിൽ വരുന്നതിന് ഏറെ വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളാണ്. എന്ന് ജീവിച്ചിരുന്ന ആളുകളാ? ഇന്റർ ടെസ്റ്റമെന്റൽ പീരിയഡ് അന്ന് ജീവിച്ചിരുന്ന ആളുകളാണ്. ഈ പറഞ്ഞ ആളുകൾ അന്ന് ജീവിച്ചിരുന്നവരാണ്. അപ്പോ നമ്മൾ ഇന്ന് അവരിലേക്ക് പോകാൻ പോവുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവരാരായിരുന്നു, വാട്ട് വാസ് ഇഷ്യൂ ദേ ഫേസ്ഡ് എന്നുള്ളതാണ്. അവരെ പറ്റി ആണ് നമ്മൾ ഈ 400 വർഷങ്ങളിലെ ചരിത്രം ഓടിച്ച് ഞാൻ ഒരു 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു പോകുമ്പോൾ പിടികിട്ടും. ഇനി ഈ 400 വർഷങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് ഈ വിശുദ്ധ പഴയ നിയമവും വിശുദ്ധ പുതിയവും തമ്മിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യണം. രണ്ടും കൂടെ തമ്മിൽ കണക്ട് ചെയ്യണം. അത് ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ അത്യാവശ്യ ഒരു കാര്യമാണ് ഇത് തമ്മിലൊന്ന് കണക്ട് ചെയ്യുന്നുള്ളത്. ഈ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ആണ് ഞാൻ മുമ്പേ പറഞ്ഞ 10 കൂട്ടം കാര്യങ്ങൾ നമുക്ക് അനിവാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ 10 കൂട്ടം കാര്യങ്ങൾ ഈ കണക്ഷന് വേണ്ടി നമുക്ക് വളരെ വളരെ അനിവാര്യമാണ്. ഇവിടെ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കരുതിയിരിക്കേണ്ട, ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഞാനിത് സ്റ്റുഡൻസിന് വേണ്ടിയല്ല പഠിപ്പിക്കുന്നത്. നിങ്ങൾ പലരും ഓൾറെഡി അധ്യാപകരാണ്, വളരെ പെട്ടെന്ന് അധ്യാപകരാകാൻ പോകുന്നവരുമാണ്, സുവിശേഷ വേലക്കാരാണ്, നല്ല പ്രസംഗകരും കർത്താവിന്റെ വേലയിൽ വളരെ വളരെ ജ്വലിച്ചു നിൽക്കുന്ന ദൈവമക്കളാണ്. അപ്പൊ നിങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്, നിങ്ങളുടെ ശുശ്രൂഷ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ജസ്റ്റ് ഒരു പഠിപ്പീരാണെന്ന് ഞാൻ ഇപ്പൊ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഒരു പാരലൽ കൺസ്ട്രക്ഷൻ ഞാൻ നിങ്ങളോട് പറയാം. ആ പാരലൽ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ, ഒന്ന് ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻസ്. 2, ആ മാസ്റ്റർ പ്ലാൻ ഒന്നും നടക്കാതിരിക്കുന്നതിന് വേണ്ടി സാത്താന്റെ കൗണ്ടർ പ്ലാൻ. 2 കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഗോഡ്സ് മാസ്റ്റർ പ്ലാൻസ് ആൻഡ് ഡെവിൾസ് കൗണ്ടർ പ്ലാൻസ്. ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, ഈ ഐഡിയ. ഗോഡ്സ് മാസ്റ്റർ പ്ലാൻ, ഡെവിൾസ് കൗണ്ടർ പ്ലാൻ. ഇത് മനസ്സിൽ കണ്ടുകൊണ്ടേ നമ്മൾ വേദപുസ്തകം വായിക്കാവൂ. പ്രത്യേകിച്ച് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതങ്ങനെ മാത്രമേ കാണാവൂ. ശ്രദ്ധിച്ചോണേ. നമുക്കറിയാവുന്ന കാര്യത്തിൽ ഓടിച്ചു വരാൻ പോകാം. ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തതിന്റെ ദൈവത്തിന്റെ ധാരാളം പർപ്പസസ് ഉണ്ട്. അതിൽ ഏറ്റവും വലിയ പർപ്പസ് എന്ന് പറഞ്ഞാൽ ലോകത്തെ രക്ഷിക്കണം, ലോകത്തെ തന്നിലേക്ക് റിക്കൺസൈൽ ചെയ്യണം, ദൈവത്തിന്റെ ദൈവവുമായിട്ട് നിരപ്പ് ഉണ്ടാക്കണം. ആ റിക്കൺസിലിയേഷന് വേണ്ടി ഒരാള് വരണം, ക്വാളിഫൈഡ് ആയ. അത് വാഴ്ത്തപ്പെട്ട കർത്താവാണ് യേശു ക്രിസ്തു. തൃത്വത്തിൽ 2-ാമനെ പുത്രൻ തമ്പുരാൻ.
ആ പുത്രൻ തമ്പുരാൻ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എൻട്രി ക്ലാസ് വേണം. ആ എൻട്രി ക്ലാസ് ആണ് യഹൂദൻ. അപ്പം യഹൂദൻ കൂടെ സംഭവിക്കേണ്ടത്, ദൈവം അബ്രഹാമിനോട് പറയാണ്, നിന്നിൽ കൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടണം. സകല ജാതി, the entire world shall be blessed. അല്ലെ? അബ്രഹാമിന്റെ സന്തതി മൂലം ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടണം, അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് വരണം. ഇത് ദൈവത്തിന്റെ പ്ലാൻ, ഡിക്ലെയർഡ് പ്ലാനാണ്. ഇത് ഒരു കാരണവശാലും നടക്കാൻ പാടില്ല. ആരുടെ ഡിക്ലെയർഡ് പ്ലാൻ? ഡെവിലിന്റെ ഡിക്ലെയർഡ് കൗണ്ടർ പ്ലാൻ, സാത്താന്റെ ഡിക്ലെയർഡ് കൗണ്ടർ പ്ലാൻ. ഇനി ദൈവം ഇസ്രായേലിനെ കൊണ്ടുവന്നു, വളർത്തി വലിയ ജാതിയാക്കി, ലോകത്തിന്റെ സെൻട്രൽ പോയിന്റിൽ കൊണ്ട് നട്ടു. ഏഷ്യയും യൂറോപ്പും ആഫ്രിക്കയും വന്നു മുട്ടുന്ന ആ കറക്റ്റ് പോയിന്റിൽ ദൈവം അവരെ കൊണ്ട് നട്ടു. അവിടെ സംഭവിച്ചത്, അവര് ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്ന് അവരിൽ തന്നെ സ്പ്ലിറ്റായി, അവർ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. ഈ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു പോയപ്പോൾ ഞാൻ അടുത്ത ക്ലാസ് ഒരു ചോദിച്ച് വരെയായിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ ന്യൂ ടെസ്റ്റ്മെന്റ് ജിയോഗ്രഫി എടുത്തു തരാം. ആ ന്യൂ ടെസ്റ്റ്മെന്റ് ജിയോഗ്രഫി എടുക്കുമ്പം അത് മുഴുവൻ ആ വിശുദ്ധ നാടുകളുടെ പടം കാണിച്ചിട്ട് ഓരോ സ്ഥലങ്ങൾ എവിടായിരുന്നു അത് മുഴുവൻ ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ ക്ലാസ് അല്ല, വാസ്തവത്തിൽ ഇന്ന് ആയിരിക്കണമായിരുന്നു ആകേണ്ടത്. പക്ഷെ എനിക്ക് വേറെ ഒത്തിരി കാര്യം അതിന് പറയാനുള്ളതുണ്ട്. ഇപ്പൊ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ കാണേണ്ട ഒരു പിക്ചർ ഞാൻ പറയാം. എന്താണെന്ന് അറിയാം, നിങ്ങളുടെ മനസ്സിൽ കാണേണ്ട പിക്ചർ നമ്മുടെ കേരളത്തിന്റെ പിക്ചർ നിങ്ങളുടെ മനസ്സിൽ കാണണം. അപ്പൊ കേരളത്തിന്റെ പിക്ചർ കാണുമ്പോൾ നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം? നമുക്ക് താഴെ തുടങ്ങാം. താഴെ രണ്ട് ഡിസ്ട്രിക്ട്സ്, തിരുവനന്തപുരം, അതിനുശേഷം കൊല്ലം, പിന്നെ ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശ്ശൂര്, ഇങ്ങനെ കയറി പോവുക. ഇതേ പിക്ചറാണ്, ഇതുപോലെയാണ് വിശുദ്ധ നാടുകൾ ഇസ്രായേൽ രാജ്യം കണ്ടാലിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു സന്തോഷമൊക്കെ തോന്നും, നമ്മുടെ മലയാളികളും ഇസ്രായേലുകാരും തമ്മിലാണ് ഒരു സാമ്യമുള്ളത്. നിങ്ങൾക്ക് ഒരു സന്തോഷം വന്നില്ലേ? ഫീൽ പ്രൗഡ് ഓഫ് ഇറ്റ്. എന്നിട്ടാണ് ഈ പിക്ചർ നിങ്ങൾ മനസ്സിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇസ്രായേൽ ഇരിക്കുന്നത്. അപ്പൊ ഏറ്റവും താഴെ കൊല്ലവും തിരുവനന്തപുരം കൊല്ലവും. അതിന് നമുക്ക് എന്ത് പറയാം? അതിന് നമുക്ക് കിങ്ഡം ഓഫ് ജുഡിയ എന്ന് പറയാം. കിങ്ഡം ഓഫ് ജുഡിയ. ആ കിങ്ഡം ഓഫ് ജുഡിയയിൽ 2 സംസ്ഥാനങ്ങളാണ് ഉള്ളത്, അല്ലെങ്കിൽ 2 ഗോത്രങ്ങളാണ് ഉള്ളത്. ഒന്ന് ബെന്യാമീൻ ഗോത്രവും മറ്റൊന്ന് യഹൂദ ഗോത്രവും. ഈ 2 ഗോത്രങ്ങളും. അപ്പൊ ബെന്യാമീൻ ഗോത്രത്തെ നമുക്ക് കൊല്ലമെന്നും യഹൂദ ഗോത്രത്തെ നമുക്ക് തിരുവനന്തപുരം എന്ന് വിളിക്കാം. ഓക്കെ. ഇനി ബാക്കി വേപ്പോട്ട് കിടക്കുന്ന മുഴുവനും കിങ്ഡം ഓഫ് ഇസ്രയേലാണ്. ഇസ്രയേൽ രാജ്യമാണ്. അവിടെ 10 ഗോത്രങ്ങളുണ്ട്. ഈ 10 ഗോത്രങ്ങൾ അവര് ദൈവത്തിൽ നിന്ന് ഒരുപാടാകുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ അതിന് പറയേണ്ടത്? നിങ്ങൾ തെറ്റിദ്ധരിച്ചാലും കുഴപ്പമില്ല, പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ചില ന്യൂജൻ സഭക്കാരുടെ അല്ലെങ്കിൽ ചില സ്വതന്ത്ര ബന്ധുക്കോസുകാരുടെ സ്വഭാവം എന്താ പറയുക? സ്വതന്ത്ര ബന്ധുക്കോസുകാര്, ഈ ന്യൂജൻകാരും, അവർ ഡെയിലി അവർക്ക് പ്രോഗ്രാം ഇല്ലാത്ത ഒറ്റ ദിവസമില്ല. ഈ പ്രോഗ്രാം വെക്കുന്ന എന്തിനെന്നറിയാം? ആളുകൾ ഗുണം പിടിക്കാൻ വേണ്ടി അല്ല, ഗുണം പിടിക്കാതിരിക്കാൻ വേണ്ടിയാ. കാരണം എന്താ? എവിടെങ്കിലും പോയി ദൈവവചനം കേട്ട് നിങ്ങൾ രക്ഷപ്പെടുമല്ല, ഇത് സമ്മതിക്കത്തില്ല. ഡെയിലി ഇവര് പറയുന്ന മണ്ടത്തരങ്ങളും തെറ്റായ ടീച്ചിങ്സും മാത്രം കേട്ട് ഇതുങ്ങളുടെ തലയ്ക്കകത്തിന് യാതൊരു നല്ല കാര്യം കയറത്തില്ല. ആ പരുവത്തിൽ ആക്കിയത്. ചെന്നില്ലെങ്കിലോ കൊന്നുകളയും. ഇവിടുത്തെ മീറ്റിംഗ് നടത്തുന്നുണ്ട്, നമ്മുടെ മീറ്റിംഗ് മുടക്കിയിട്ടാണോ, നമ്മുടെ യോഗം മുടക്കി, നമ്മുടെ ബൈബിൾ സ്റ്റഡി മുടക്കിയിട്ടാണോ, നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രദർ മുടക്കിയിട്ടാണോ? ഈ പാവഞ്ചനത്തിനൊരിടത്തും പോകാനൊക്കത്തില്ല. ഈ പാസ്റ്റർ പുള്ളി സെൽഫ് ഡിക്ലെയർഡ്, സ്വയം പ്രഖ്യാപിതന, ഇദ്ദേഹത്തിന് ഒരിടത്തും പോകാനൊക്കത്തില്ല. ഇതുപോലെ
ഈ 10 സംസ്ഥാനക്കാർ വലിയ രാജ്യങ്ങളുണ്ടല്ലോ, അവര് ജനം താഴെ യെരുശലേമിൽ വന്ന് സത്യദൈവത്തെ ആരാധിക്കാതെ ഇരിക്കുന്നതിന് വേണ്ടി അവരെന്തെന്നറിയാമോ, അവര് 2 ഷ്രൈൻസ് ഉണ്ടാക്കി. മേളിൽ 2 ഷ്രൈൻസ് ഉണ്ടാക്കി, 2 വിഗ്രഹ സ്തംഭങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് ബാലിനും അശേരയ്ക്കും ആരാധന തുടങ്ങി. അപ്പം യെരുശലേം ദേവാലയം ഇങ്ങനെ താഴെയാ. നമുക്ക് താഴെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കി? തിരുവനന്തപുരം ക്യാപിറ്റൽ, അവിടെ യെരുശലേം ദേവാലയം. അവിടെ ആണ്ടിൽ 5 പ്രാവശ്യം ജനം വരണം ദൈവത്തെ ആരാധിക്കാൻ. അവിടെ വരുന്നതിനോട് ജനത്തെ തടയുന്നതിന് വേണ്ടി ഇവരെന്തോ ചെയ്തു? ഇവര് മേളിൽ 2 വലിയ ഷ്രൈൻസ് ഉണ്ടാക്കി ഭയങ്കര ആരാധന. ഇനി ഞാനൊരു കാര്യം പറയാം. ഈ സത്യാരാധനയും അല്ലാത്ത നമ്മൾ വ്യത്യാസം ഇതാണ്. ഞാൻ സാധാരണ ഹ്യൂമറസ് ആയിട്ട് പറയാറുണ്ട്, ഈ ആട്ടും കൂട്ടത്തിൽ ആടിന്റെ തോലണിഞ്ഞ് ഒരു ചെന്നാ കയറുക എന്നിരിക്കട്ടെ. ചെന്നാടിയ ചാട്ടവും അവന്റെ പ്രൈസറോടും അവന്റെ ഹാലൂലിയും അവന്റെ തുള്ളലും ഒറ്റ നിപ്പുകൊണ്ട് സ്റ്റേജ് മുഴുവൻ അവൻ കറങ്ങി തീർത്തു കഴിഞ്ഞു. ചില വെരുകനെ പിടിച്ച് കൂട്ടിനകത്തിട്ടിരിക്കുന്ന മാതിരി. എന്തോ പെർഫോമൻസ് ആണെന്നറിയാം. ശരിയായ ആടിന് അങ്ങനെ ചാടാൻ ഒക്കത്തില്ല. ശരിയായ ആടിന് അത്രയും ചാടാനുള്ള ആരോഗ്യം കാണത്തില്ല, ചെന്നാ ചാടുന്ന പോലെ. ഭയങ്കര പെർഫോമൻസ്. എന്തോ പെർഫോമൻസാ, അടിപൊളി, അതിഗംഭീരം. അപ്പൊ അവിടെ ഈ ന്യൂജനുണ്ടല്ലോ, അവിടെ ഭയങ്കര പരിപാടിയാണ്. എന്തോ ആണ്. നമുക്ക് അവരെ പറയെല്ലാം ഇവിടെ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ 10 ഗോത്രങ്ങൾ സത്യദൈവത്തെ ആരാധിക്കാൻ കഴിയാതെ അവര് ബാലിനും അശേരയ്ക്കും യാഗം കഴിച്ച് വർഷങ്ങൾ പോയപ്പോ ദൈവം ധാരാളം പ്രവാചകന്മാരെ അവിടോട്ട് വെച്ചോട്ടെ. ഈ ഓരോ പ്രവാചകനും ദൈവത്തെ ചരിത്രവും സംഭവവും, ആ പ്രവാചകൻ എഴുന്നേൽക്കുന്നു, അതിലെന്താ പോയി പറഞ്ഞെന്നു, ആളെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, എല്ലാം നമ്മുടെ അടുത്ത സീരീസാണ്. ഏത്? നമ്മുടെ ഈ ബേത്തൽഹേം ടു മൗണ്ട് ഒലിവ് കഴിഞ്ഞ ഉടൻ നമ്മൾ തുടങ്ങാൻ പോകുന്ന ഈ ഓരോ പ്രവാചകന്മാരുടെ സാഹചര്യം, ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പറയാൻ പോകുന്നു. അപ്പൊ എന്നാലും ഞാൻ എല്ലാം പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ എന്തോ പറഞ്ഞുകൊണ്ട് വന്നത്, ഒടുവിൽ ദൈവം ഫെഡപ്പായി. ദൈവം തീരുമാനിച്ചു ഇവന്മാർക്ക് അടി കൊടുത്ത് വെക്കുന്നു. രാകേഷ് ബ്രദർ, നമ്മുടെ സ്ക്രീൻ ഒന്ന് റെഡി ആയിക്കോണേ. രാകേഷ് ബ്രദർ, സ്ക്രീൻ റെഡി ആയിക്കോണേ. ദൈവം ഫെഡപ്പായിട്ട് ദൈവം എന്തെന്നറിയാമോ? ദൈവം ചെയ്ത ഒന്നാമത്തെ കാര്യം, ഞാൻ 10 കൂട്ടം കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ഈ 10 കൂട്ടം കാര്യങ്ങളോട് കൂടിയാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ് അവസാനിക്കുന്നത്. അതിൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് അവസാനിക്കുമ്പോൾ സംഭവിക്കുന്ന ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത്, സ്ക്രീനിൽ നോക്കിയേ, അതിന് ദി അസേറിയൻ ഇൻവേഷൻ എന്ന് പറയും. ദി ക്ലോസ് ഓഫ് ദി ഓൾഡ് ടെസ്റ്റ്മെന്റ്. ഓൾഡ് ടെസ്റ്റ്മെന്റ് അവസാനിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ദി അസേറിയൻ ഇൻവേഷൻ. ഈ അസേറിയൻ ഇൻവേഷൻ എന്ന് പറയുന്നത് 722 BC സംഭവിച്ചതാണ്. ദൈവം അസേറിയ രാജ്യത്തെ, ഒരു ശത്രു രാജ്യത്തെ ദൈവത്തിന് ബിൽഡ് ചെയ്തിട്ട് വന്നു. യഹൂദനെ അടിക്കുന്നതിന് വേണ്ടി ഒരു എനിമി കിങ്ഡത്തെ ദൈവത്തിന് ബിൽഡ് ചെയ്യേണ്ടി വന്നു. അസേറിയൻസ്. സാരഗൻ ദ സെക്കൻഡ് എന്ന് പറയുന്ന അതിക്രൂരനായ രാജാവ് വന്നിട്ട് എന്തെന്നറിയാമോ? ഈ 10 രാജ്യങ്ങളെ ആക്രമിച്ചു. ഈ 10 രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കിയിട്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണേ, ഇത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഈ ബേത്തൽഹേം ടു മൗണ്ട് ഒലിവ് നമുക്ക് വലിയ പ്രശ്നമാകും. ഞാൻ ഈ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് മിസ്സായെങ്കിൽ കേട്ടോണേ. ഈ ഇസ്രയേൽ മക്കളെ, ഈ 10 സംസ്ഥാനക്കാരെ മുഴുവൻ പിടിച്ചു കെട്ടി അയാളങ്ങ് അസേറിയയിൽ കൊണ്ടുപോയി, അശൂരിൽ കൊണ്ടുപോയി, അടിമകളായിട്ട് കൊണ്ടുപോയി. അവിടെ പോയി അവിടെ കിടന്നോളാൻ പറഞ്ഞു. അപ്പോ ഇവരെ അശൂരിലേക്ക് വിടുന്നതിന് മുൻപ് ദൈവം ഇവരെ ഈ അശൂരിലേക്കുള്ള ഇവരുടെ ഈ പ്രവാസം ഒഴിവാക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും മാർഗം കൊടുക്കുമോ എന്ന് അന്വേഷിച്ച് ദൈവം എന്തെന്നറിയാമോ? ദൈവം ഒരു പ്രവാചകനെ അയച്ചു. പ്രവാചകന്റെ പേര് ഹോശേയ എന്നാണ്. ഹോശേയയോട് ദൈവം പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി
അവളോട് ഹൃദ്യമായി സംസാരിക്കും എന്ന് പറഞ്ഞാൽ ഈ അസേറിയ എന്ന് പറയുന്ന അവിടെ ഞാൻ കൊണ്ടുപോയാൽ എൻ്റെ ജനമായ ഇസ്രായേലിനോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ വെച്ച് ഞാൻ നിനക്ക് മുന്തിരിത്തോട്ടങ്ങളും, അത് ആത്മീയ അനുഭവമാണ് കേട്ടോ. 2, പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരയും തിരികെ തരുമെന്ന് പറഞ്ഞു. ആഖോർ താഴ്വര പണ്ട് എയ്ഖാൻ എന്ന മനുഷ്യനെ കല്ലെറിഞ്ഞു കൊന്ന ശാപത്തിന്റെ താഴ്വര. ദൈവം പറയാ, ആ ശാപത്തിന്റെ താഴ്വര ഞാൻ പ്രത്യാശയുടെ താഴ്വരയായി തിരികെ തരാമെന്ന് പറഞ്ഞു. എന്തൊരു ട്രെമൻഡസ് പ്രോമിസ് എന്നറിയാമോ? ഈ 10 പേരോട് ദൈവം പറയാ, ഞാൻ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും, ഞാൻ നിങ്ങളെ വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്യും. കാരണം എനിക്ക് നിങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണം, ഹൃദ്യമായി സംസാരിക്കണം. ദൈവമക്കളോട് എല്ലാം ദൈവം അങ്ങനെ ചെയ്യുന്നത്. ദൈവത്തിന്റെ പ്ലാനിൽ നമ്മൾ അകന്നു പോകുന്നു എന്ന് ദൈവം കണ്ടു കഴിയുമ്പോൾ ദൈവം ഒരുപാട് സങ്കടപ്പെട്ട് ലാസ്റ്റ് തീരുമാനം ഞാൻ അടി കൊടുക്കാൻ പോവാം. പക്ഷെ അടി കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിലെ ആദ്യത്തെ തീരുമാനം എന്നറിയാമോ? ഞാൻ ഇവരോട് ഹൃദ്യമായി സംസാരിക്കും. I'll touch them so deep into their hearts and then I will speak to them. ഞാൻ ആഴത്തിൽ അവരോട് ഇടപെട്ടിട്ട് ഞാൻ അവരോട് സംസാരിക്കും, തിരികെ കൊണ്ടുവരാൻ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഈ ദൈവത്തിന്റെ പദ്ധതി ഭാഗികമായി നടന്നു, പൂർണ്ണമായി നടന്നില്ല. കാരണം എന്നറിയാമോ? അതിന് ഈൽഡ് ചെയ്യാൻ അവർ തയ്യാറല്ലായിരുന്നു. അപ്പൊ 722 അവരങ്ങ് പോയിട്ട് ഞാൻ ഇച്ചിരി അവിടെ നിൽക്കാമേ. അവരങ്ങ് പോയി കഴിഞ്ഞിട്ട് ഈ അസേറിയൻസ് എന്ന് പറയും, ഇവരെ കൊണ്ടുപോയ അസേറിയൻസ് അറിയാമോ? അസേറിയൻസ് നോക്കിയപ്പോ ഈ ഇസ്രായേൽ ദേശം നല്ല പാലും തേനും ഒഴുകുന്ന ദേശമൊന്നുമില്ല. പൊയറ്റിക്കലായിട്ട് അതിനെ പറ്റി പറയുന്നത്, പാലും തേനും ഒഴുകുന്ന ദേശമൊന്നുമില്ല. അപ്പൊ ഇവര് വിചാരിച്ചു, നമുക്കിവിടെ വന്ന് നല്ല മുന്തിരിയും ഇതെല്ലാം കഴിച്ച് സുഖമായിട്ട് കഴിക്കാന്നുണ്ടെന്ന് അറിയാമോ? ഈ അസേറിയൻസ് എല്ലാം അവിടുന്ന് ഇവിടെ വന്ന് ഇസ്രായേലിന്റെ മണ്ണിൽ കയറി അങ്ങോട്ട് താമസം തുടങ്ങി. ഇസ്രായേലിന്റെ മണ്ണിൽ കയറി അങ്ങോട്ട് താമസം തുടങ്ങിയതുമല്ല, ഇവന്മാർക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ദീനങ്ങളുണ്ടായി. പറഞ്ഞറിയാൻ വയ്യാത്ത ദീനങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്നറിയാമോ? എവിടാ ദീനം എന്ന് വേറൊരാളെ കാണിക്കാനൊക്കെ അങ്ങനെയുള്ള ഭാഗങ്ങളിലെ ദീനം ഉണ്ടാകും. ഇവന്മാരവിടെ കിടന്ന് നരകിച്ച് അസേറിയൻസ് ഇവിടെ വന്നിട്ട്. അപ്പൊ എന്നിട്ട് ഇവരെന്നറിയാമോ? ഇവർ ചെന്നിട്ട് അപ്പൊ ഇവരുടെ മന്ത്രവാദികളെയൊക്കെ വെച്ച് ഈ പ്രശ്നമൊക്കെ നോക്കി. അവർ പറഞ്ഞു, നമ്മൾ ഇസ്രായേലിന്റെ മണ്ണിൽ നമ്മൾ കയറിയത് കൊണ്ടാണ് ഇതിന് ഒരേ ഒരു പ്രതിവിധി, നമ്മൾ ആരെ ഇവിടുന്ന് ഓടിച്ചു വിട്ടോ അവരെ ഇവിടെ കൊണ്ടുവന്ന് അവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയണം കേട്ടോണേ. അപ്പൊ ഈ അസേറിയ കിടക്കുന്ന ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ കേട്ടോണേ, യാതൊരു ആത്മീയ കാഴ്ചപ്പാടും, നമ്മുടെ ഭാഷ പറഞ്ഞ ആത്മീയമായ ഒരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഒരുപാട് കക്ഷികൾ എന്തറിയാമോ? ഇങ്ങ് കയറിപ്പോന്നു. മനസ്സിലായി? ഇങ്ങ് കയറിപ്പോന്നു. ഇവിടെ വന്ന് എന്തിനു വേണ്ടി? അസേറിയൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി. അവരിവിടെ വന്ന് അസേറിയൻസുമായിട്ട് മിങ്കിൾ ചെയ്തിട്ട് ഒരു പുതിയ വർഗം ആളുകളുണ്ടായി. ആരാരുമായിട്ട് മിങ്കിൾ ചെയ്തിട്ട്? അസേറിയയിൽ നിന്ന് അസേറിയൻസ് ഇസ്രായേൽ ദേശത്ത് നിന്ന് ഇവിടെ താമസിക്കുന്ന അസേറിയൻസുമായിട്ട് മിങ്കിൾ ചെയ്തിട്ട്, അസേറിയയിൽ താമസിക്കുന്ന ഇസ്രായേൽ മക്കൾ ഇസ്രായേൽ ദേശത്ത് താമസിക്കുന്ന അസേറിയൻസുമായിട്ട് മിങ്കിൾ ചെയ്ത് ഒരു പുതിയ വർഗമുണ്ടായി. ഈ പുതിയ വർഗത്തിനാണ് സമരിറ്റൻസ് അല്ലെങ്കിൽ ശമരിയക്കാരെന്ന് പറയുന്നത്. ഈ ശമരിയക്കാരെന്താ പറയുന്നത് അറിയുമോ? ഞങ്ങളാണ് ഒറിജിനൽ ദൈവമക്കൾ, ഒറിജിനൽ എല്ലാം ബാക്കിയെല്ലാം ഡ്യൂപ്ലിക്കേറ്റാണ് എന്ന് അവര് പറയുന്നത്. ഓക്കെ, അപ്പോ ഓൾഡ് ടെസ്റ്റ്മെന്റ് അവസാനിക്കാറാകുമ്പോഴത്തേക്ക് സംഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ആ സ്ഥിതിവിശേഷം എന്തുവാ?
സമറിറ്റൻസ് എന്ന ഒരു ശമര്യക്കാരെന്നൊരു പുതിയ വിഭാഗം ഉണ്ടായി വന്നിരിക്കുന്നു. ഇനി താഴെ 2 സംസ്ഥാനങ്ങൾ അങ്ങനെ നിലനിൽക്കുക. ഇവരും വഷളോട് വഷള്. എന്താ വഷളോട് വഷളാകാൻ കാര്യം എന്നറിയാം? ഒന്ന്, ഇവർക്ക് ഭയങ്കര ഭൗതിക സമൃദ്ധിയാണ്. ഞാന് നമ്മുടെ പിതാവായ ദൈവത്തെ പറ്റി പഠിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, തൻ്റെ മക്കളെ എത്ര അനുഗ്രഹിച്ചാലും ഈ അപ്പനങ്ങ് മതിയാകത്തില്ല. എന്തെല്ലാം കൊണ്ടു കൊടുത്താലും ഈ അപ്പന് മതിയാകത്തില്ല. അങ്ങനത്തെ ഒരു പിതാവാ നമ്മുടെ സ്വർഗീയ പിതാവ്. അനുഗ്രഹിച്ച് അങ്ങ് ഒരു മര്യാദയില്ലാത്ത അനുഗ്രഹങ്ങൾ. അപ്പൊ ഇവരുടെ വഷളത്വം കൂടി, ഒരു രക്ഷയില്ലെന്ന് വന്നപ്പം 587 BC നെബൂഖദ്നേസർ എന്ന ആ ബാബിലോൺ രാജാവിനെ ബാബിലോണിന്റെ ദൈവം ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു ഇവരെ അടിക്കുന്നതിന് വേണ്ടി. അതും ദൈവം ഉയർത്തിക്കൊണ്ടുവരിക. ബാബിലോണിൽ നെബൂഖദ്നേസർ എന്ന രാജാവ് ആദ്യം 606 അതിനുശേഷം 595 പിന്നെ 580 587 കംപ്ലീറ്റ് ചെയ്യുകയാണ്. 3 ഘട്ടമായിട്ട് വന്ന്, ഒന്ന് യെരുശലേം ദേവാലയം ഇടിച്ചു കളഞ്ഞു. ഇസ്രായേൽ ദേശം, യഹൂദ്യ ദേശം മുഴുവൻ നശിപ്പിച്ചു. എവറി ബിൽഡിംഗ് ഹി ഡിസ്ട്രോയിഡ്. എല്ലാ ബിൽഡിംഗ് ഡിസ്ട്രോയ് ചെയ്തു. യഹൂദ രാജാവായ സിദേക്കിയാവിന്റെ കണ്ണു പൊട്ടിച്ചു. അതിനു മുമ്പ് അവന്റെ മോനെ അവന്റെ മുമ്പിൽ വെച്ച് കുത്തിക്കൊണ്ടു. എന്നിട്ട് നീ അവസാനം ഒരു രംഗം കണ്ടോളാം, ഇനി നിനക്കൊന്നും കാണാനൊക്കത്തില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ണു കുത്തിക്കൊരുന്നറിയാമോ, ഈ കമ്പി അങ്ങോട്ട് പഴിപ്പിച്ചു, ചാർക്കോളിനകത്ത് വെച്ച് കേട്ടോ. കമ്പി അങ്ങോട്ട് പഴിപ്പിച്ചിട്ട് ഈ പഴുത്ത കമ്പി അങ്ങോട്ട് എടുത്ത് അവന്റെ കണ്ണിലോട്ട് കുത്തിക്കൊടുത്തു. അങ്ങനെ അവന്റെ കണ്ണു കുത്തിച്ചത് പോയി. 587 ഫിനിഷ്ഡ്, തീർന്നു. ഏത് തീർന്നു? നമ്മൾ ഇസ്രായേൽ ദേശം എന്ന് പറയുന്ന നമ്മളിപ്പോ കണ്ട കേരളത്തിന്റെ മാപ്പ് മുഴുവൻ ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്, അത് മുഴുവൻ തീർന്നു, ഫിനിഷ്ഡ്. പിന്നെ അവിടെ എന്തേ ഉള്ളെന്നറിയാമോ? പിന്നെ അവിടെ നമുക്കിപ്പം ജിയോഗ്രാഫിക്കലായിട്ട് ഞാൻ പറയാമെങ്കിൽ, നിങ്ങളിപ്പോ തൃശ്ശൂർ എടുത്തേ, തൃശ്ശൂരും എറണാകുളവും കൂടെ എടുത്തേ, തൃശ്ശൂർ എറണാകുളം കൂടെ എടുക്കുകയാണെങ്കിൽ അതുപോലെ ഒരു സ്ഥലത്തെ നമുക്ക് എടുക്കാം, ഇസ്രായേൽ ദേശം എടുക്കാം. ആ ലൊക്കേഷൻ, അതിനെ നമുക്ക് എന്ത് വിളിക്കുന്ന അറിയാമോ? സമാരിയ എന്ന് വിളിക്കാം, ശമരിയ. അവിടെ ഞാൻ മുമ്പ് പറഞ്ഞ ശമരിയക്കാർ താമസിക്കുക. ബാക്കി മുഴുവൻ ഇസ്രായേൽ ദേശവും പാഴും ശൂന്യമായി പോയി. ഇവരെല്ലാം ബാബിലോണിലോട്ട് പോയി അടിമകളായിട്ട്. അങ്ങനെ പോയി കുറേ വർഷങ്ങൾ അങ്ങനെ പോയി കഴിഞ്ഞപ്പം ദൈവം ഇസ്രായേലിനെ ഫ്രീഡം കൊടുക്കണമെന്ന് തീരുമാനിച്ച ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു. ഫ്രീഡം കൊടുക്കണമെന്ന് തീരുമാനിച്ച ദൈവത്തിന്റെ ഡയറിൽ ഉണ്ടായിരുന്നു. അത് യിരെമ്യാവിനെ കൊണ്ട് പറഞ്ഞു തരാം. 70 വർഷം കഴിയുമ്പോൾ ദൈവം അവർക്ക് ഫ്രീഡം കൊടുക്കുമെന്ന്. അപ്പം ദൈവം ആദ്യം എന്തെന്നറിയാം, ഈ 70 വർഷം ആകാറായപ്പോഴേക്ക് ബാബിലോണിൽ കിടക്കുന്ന ദാനിയേലിനോട് പറഞ്ഞു, നിങ്ങളുടെ ദേശത്തിന് ഫ്രീഡം കിട്ടാനുള്ള സമയമാകുന്നു. ദാനിയേൽ അത് യിരെമ്യാവിന്റെ റൈറ്റിംഗ്സിൽ വായിച്ചു. എന്നിട്ട് ദാനിയേൽ എന്ത് ചെയ്തു? ശ്രദ്ധിച്ചോണേ. ദാനിയേല് പിന്നെ യെഹെസ്കിയേല്, സെരുബ്ബാബേല്, ജോഷുവ. ഇപ്പൊ ഞാൻ എത്ര പേര് പറഞ്ഞു? ദാനിയേല്, യെഹെസ്കിയേല്, സെരുബ്ബാബേല്, ജോഷുവ. നമുക്ക് പിന്നെ ഇമാജിൻ ചെയ്യാം, ശദ്രക്, മേശക്, അബേദ്നെഗോ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഒരു ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്സിലും അത് കാണാൻ കഴിയത്തില്ല കേട്ടോ. ഇമാജിനേഷൻ മാത്രമാണ്. നിങ്ങൾ എന്നോട് നാളെ ഈ 3 പേരും ഉണ്ടായിരുന്നതിന് തെളിവ് സാറേ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു തെളിവും തരാനില്ല. പക്ഷെ നമുക്ക് സിറ്റുവേഷണൽ എവിഡൻസ് മാത്രമേ ഉള്ളൂ. എന്തോ സിറ്റുവേഷണൽ എവിഡൻസ് പറയുന്നത് അറിയാമോ? ദാനിയേല് ടോപ്പ് മോസ്റ്റ് ആയപ്പം ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെ ഉയർത്തിക്കൊണ്ടു, അവർക്കും പ്രൊമോഷൻ കിട്ടി. അപ്പൊ ഇവരെന്തെന്നറിയാമോ? ഇവരൊരൊറ്റ പ്രാർത്ഥനയാണ് കാച്ചി. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മര്യാദയുള്ള പ്രാർത്ഥനയാണോ? ഒറ്റ ഇരിപ്പ് ദൈവസന്നിധി അങ്ങ് ഇരിക്കുമെന്ന് പറഞ്ഞാൽ സ്വർഗം തുറക്കാതെ ഒരു രക്ഷയുമില്ല. അങ്ങനത്തെ പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിക്കുക.
പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ സാത്താൻ തീരുമാനിച്ചു, ഇവൻ പ്രാർത്ഥന മുറുകിയില്ലയോ, എന്നാ നടക്കുന്നൊന്ന് കാണട്ടെ, എന്നാ നടക്കുന്ന കാട്ടെ. സാത്താൻ എന്ന് അറിയാമോ, ബാബിലോൺ ഭരിക്കാൻ വേറൊരു രാജാവിനെ കൊണ്ടുവന്നു. അയാളുടെ പേര് ബെൽശസ്സർ എന്നാണ്. ബെൽശസ്സർ മഹാദുഷ്ടനാ. ഇയാൾ എന്ത് തീരുമാനിച്ചു, ഒരു കാരണവശാലും ബൈ നോ പോസിബിൾ മീൻസ് ഇവന്മാർ ഇവിടുന്ന് രക്ഷപ്പെടത്തില്ല എന്നും തീരുമാനിച്ചു. മാത്രമല്ല ബാബിലോണുകള് അവര് ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങൾ വരെ അവൻ കള്ളുകുടിക്കാൻ ഉപയോഗിച്ചു. ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങൾ വരെ അവൻ കള്ളുകുടിക്കാൻ ഉപയോഗിച്ചു. മനസ്സിലായോ? ഈ ദുഷ്ടൻ മനസ്സിലാകാൻ വേണ്ട കാര്യം എന്നറിയാമോ, വർഷങ്ങൾക്ക് മുൻപ് ദൈവം അരുളി ചെയ്തൊരു കാര്യം 105-ാം സങ്കീർത്തനത്തിൽ ആസാഫ് പറഞ്ഞിട്ടുണ്ട്, എന്റെ അഭിഷക്തന്മാരെ തൊടരുത്, എന്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും വരുത്തരുത്. അതാണ് ബെൽശസ്സർ ലംഘിച്ചത്. അവ രണ്ട് കാര്യം നടക്കുകയാണ്. ഒന്ന്, തീവ്രമായ പ്രാർത്ഥന ബാബിലോണിൽ നടക്കുക. രണ്ടാമത്തെ കാര്യമോ, ദൈവത്തിന്റെ ക്ലോക്കിങ് ടിക് 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 അടിച്ച് ദൈവം പറഞ്ഞ ടൈം എത്തിക്കഴിഞ്ഞു. ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിന്റെ പേരാണ് ഫുൾഫിൽമെന്റ് ഓഫ് പ്രോമിസസ് എന്ന് പറയുന്നത്. കേട്ടോണേ, ഫുൾഫിൽമെന്റ് ഓഫ് പ്രോമിസ് എന്ന് പറഞ്ഞാൽ, ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയാൻ പോവാണ്, നമ്മുടെ പ്രാർത്ഥനയും ദൈവത്തിന്റെ ഫിക്സ്ഡ് ടൈം ഒരു പോയിന്റിൽ വരണം. അതായത് ദൈവത്തിന്റെ ഫിക്സ്ഡ് ടൈം വരുമ്പോൾ നമ്മൾ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ then the impossible will happen. അസാധ്യമായി സംഭവിക്കും. പലപ്പോഴും മിസ്സാകുന്ന കാര്യം ഇതാ. എന്താണെന്നറിയാമോ, ഒന്ന്, ദൈവത്തിന്റെ പ്രോമിസ് ഫുൾഫിൽ ചെയ്യേണ്ട ടൈം വന്നു, പക്ഷെ നമ്മൾ അലക്ഷ്യരായി. ദൈവം പറഞ്ഞ ദൈവം നടത്തിക്കോളും, ദൈവം പറഞ്ഞെങ്കിൽ ദൈവം നടത്തിക്കോളും, ദൈവം പറഞ്ഞ ദൈവം നടത്തിക്കോളും എന്ന് പറഞ്ഞ് നമ്മൾ അലക്ഷ്യരായി പോവുകയാണെങ്കിൽ വാഗ്ദത്തങ്ങൾ നിറവേറത്തില്ല. ഇവിടെയാണ് ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറുന്നത് എന്ന് ഈ കോരേശ് എന്ന് പറയുന്ന ഒരു രാജാവ് 538 BC ബാബിലോൺ ആക്രമിക്കുന്നതിന് വേണ്ടി പേർഷ്യയിൽ നിന്ന് വന്നിട്ട്, അയാൾ പാർശ്യ രാജാവ്, അയാൾ വന്നിട്ട് ആ രാത്രി കൽദയ രാജാവായ ബെൽശസ്സർ കൊല ചെയ്യപ്പെടുകയാണ്. ഫിനിഷ്ഡ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഓൾഡ് ടെസ്റ്റ്മെന്റ് അവസാനിക്കപ്പെടുത്ത മൂന്നാമത്തെ സംഭവം. ഇനി ഓൾഡ് ടെസ്റ്റ്മെന്റ് അവസാനിക്കപ്പെടുത്ത നാലാമത്തെ പ്രധാന സംഭവത്തിലേക്ക് നമുക്ക് വരാം. ഇദ്ദേഹം എന്തെന്നറിയാമോ, ഇദ്ദേഹം നോക്കിയപ്പം തൻ്റെ രാജ്യത്ത്, താൻ കീഴടക്കി സ്വാധീനിച്ച് താൻ രാജാവായി തീർന്ന രാജ്യത്ത് വേറൊരു തരമാണ്. നിങ്ങൾ ഇനി കേട്ടോണേ, ഈ കൽദയ രാജാക്കന്മാരുടെ പ്രത്യേക, കൽദയ രാജാക്കന്മാരെന്ന് ഞാൻ പറഞ്ഞാല് ആര്, ബാബിലോൺ രാജാക്കന്മാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അനേക സ്വഭാവങ്ങളുണ്ട്. അതെല്ലാം എനിക്കിപ്പം പറയാൻ സമയം കിട്ടത്തില്ല, നമുക്ക് മറ്റു പുസ്തകങ്ങൾ പഠിപ്പിക്കുമല്ലോ, അന്നേരം ഞാൻ പറഞ്ഞോളാം. ഇവിടെ റിലവന്റ് ഒരു കാര്യം പറയാം, അവരുടെ രാജ്യത്ത് വേറെ ഒരു ആരാധനയും അനുവദിക്കത്തില്ല, വേറെ ഒരാരാധനയും അനുവദിക്കത്തില്ല. അപ്പൊ ഇസ്രായേലിന്റെ ആരാധന മുഴുവൻ തകർത്ത് തരിപ്പണമായിരുന്നു, യഹൂദന്റെ ആരാധന മുഴുവൻ തകർത്ത് തരിപ്പണമായിരുന്നു. പക്ഷേ അതുകൊണ്ടാണ് നെബൂഖദ്നേസർ സ്വപ്നം കൊടുത്ത് അവനെ പേടിപ്പിച്ച് അവനെ കൊണ്ട് സത്യ നമസ്കാരം ചെയ്യിപ്പിച്ചത്. ഇവിടെ ഈ കോരേശ് അങ്ങനെയല്ല, സൈറസ് അങ്ങനെയല്ല. അയാള് എല്ലാവരെയും അവരുടെ ആരാധന അനുവദിക്കുന്ന ആളാണ്. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു, ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ആരാധിച്ചോളാം. അവര് പറഞ്ഞു, ഞങ്ങളുടെ രീതിയിൽ ഇവിടെ ആരാധിക്കാൻ ഒക്കത്തില്ല, കാരണം ഞങ്ങളുടെ രീതിയിൽ ആരാധിക്കുന്ന ഞങ്ങൾക്കൊരു ഒരു ആരാധന സ്ഥലമുണ്ട്, അവിടെ പോയി ഇടിഞ്ഞു കിടക്കുന്ന ഞങ്ങളുടെ ആലയം പണിത് അത് പുനഃപ്രതിഷ്ഠിച്ച് അവിടെ ഞങ്ങൾക്ക് ആരാധിക്കാൻ പറ്റുന്നു. അപ്പൊ നിങ്ങൾ എന്താ പോകാത്തത്? ഞങ്ങൾ ഇവിടെ അടിമകളാണ്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം എന്തെന്നറിയാമോ,
ഇദ്ദേഹം അവരോട് പറഞ്ഞു ഇത് 3 കാര്യം ചെയ്യും. ഒന്നാമത്തെ കാര്യം, ഹി ഡിക്ലെയർഡ് ഫ്രീഡം ടു ഓൾ ഓഫ് ദം. മുഴുവൻ യഹൂദനോടും പറഞ്ഞു യു ആർ ഫ്രീ, ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് പോകണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആരാധന നടത്താം, ഇവിടെ ഒരു പ്രോബ്ലം ഇല്ലെന്ന് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞു എൻ്റെ മുഴുവൻ സപ്പോർട്ടും ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് എൻ്റെ വിശ്വാസം. അപ്പൊ എന്താണെന്നറിയാമോ സംഭവിച്ച 3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഇസ്രായേൽ ദേശം തിരിച്ചുപോയി യെരുശലേം നഗരം പണിത് ദേവാലയം പണിത് ആരാധന നടത്തണമെങ്കിൽ, പുനഃസ്ഥാപിക്കണമെങ്കിൽ ഇവിടെ വന്ന് ജാതികളുമായി ഇടകലർന്നമാരെ വേണ്ട. ജാതികളുമായി ഇടകലരാത്ത പ്യുവർ ബ്ലഡ് ഉള്ള യഹൂദന്മാരെ മതിയെന്ന് ഈ തീവ്രവാദി പെന്തക്കോസുകാരായ, ആരാ തീവ്രവാദി പെന്തക്കോസുകാർ? ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത് നമ്മുടെ സെരുബാബേലും പിന്നെ നമ്മുടെ യോശുവായും മഹാപുരോഹിതൻ, പിന്നെ നമ്മുടെ ഇസീക്കിയേലും പിന്നെ നമ്മുടെ ദാനിയേലും ഒക്കെ കൂടി തീരുമാനിച്ചു. അപ്പൊ അങ്ങനെ പ്യുവറസ്റ്റ് ഓഫ് ദി പ്യുവർ ബ്ലഡ് ഉള്ള 50,000 ആളുകളെ അവർ സെലക്ട് ചെയ്തു. 50,000 ആളുകളെ അവർ സെലക്ട് ചെയ്തു. തീരുമാനിച്ചെന്താ? ഈ 50,000 ആളുകൾ യെരുശലേമിൽ പോയി ആലയം പണിയണം. ഇനി അങ്ങനെ പോകാൻ കഴിയാത്ത ആളുകൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമുക്ക് ആരാധന സ്വാതന്ത്ര്യം കിട്ടിയില്ലേ, നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടില്ലേ, നമുക്ക് ഇവിടെ നമുക്കൊരു പള്ളി പണിയാം. പള്ളിയല്ല, ഒരു കൂടിവരവ്, ഒരു ഹോള് പണി, സഭാ ഹോള് പണിയാണ്. പണ്ടൊക്കെ പെന്തക്കോസ്തുകാർ സഭാ ഹോളായിരുന്നു. ഇപ്പോഴാണ് വർഷിപ്പ് സെന്റർ ഒക്കെ ആയത്. അവിടെ നടക്കാത്ത അതാണ് അതുകൊണ്ട്. അപ്പം ഇവിടെ നമുക്ക് കൂടിവരവിനുള്ള കെട്ടിടം പണിയാണ്. ആ കൂടിവരവിന് അവർ പണിത കെട്ടിടങ്ങൾക്കാണ് എന്ത് പറയുന്നത്? സിനഗോഗുകൾ എന്ന് പറയുന്നത്. ഇന്നും ലോകം മുഴുവൻ, നമ്മുടെ കൊച്ചിയിൽ വരെ യഹൂദന്മാരുടെ സിനഗോഗുണ്ട്. ഇതാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ് അവസാനിക്കുമ്പോഴത്തെ 4ാമത്തെ പ്രധാന സംഭവം എന്ന് പറയുന്നത്. ഇനി ഓൾഡ് ടെസ്റ്റ്മെന്റ് അവസാനിക്കുമ്പോഴത്തെ 5ാമത്തെ പ്രധാന സംഭവം എന്ന് പറയുന്നത് ദി സമരിറ്റൻ ഒപ്പോസിഷൻ എന്ന് പറയും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ വലിയ തീവ്രവാദി പെന്തക്കോസുകാരുണ്ടല്ലോ, ആ തീവ്രവാദി പെന്തക്കോസുകാര് ഇവിടെ വന്നിട്ട് എന്തെന്നറിയാമോ 534 BC അവർ വരികയാണ്. വന്നിട്ട് അവര് ദൈവത്തിന്റെ ആലയം യെരുശലേമിൽ പണിയാൻ തുടങ്ങും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അവരാലയം പണിയാൻ നേരത്ത് ഓൾറെഡി ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, ശമര്യക്കാര്. ആരാ ശമര്യക്കാരെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്? ഈ ശമര്യക്കാരെന്ന് പറഞ്ഞ കൂട്ടര് ഞങ്ങളാണ് യഥാർത്ഥ യഹൂദന്മാര്. ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കുന്നു പറഞ്ഞാൽ ഞങ്ങളെ സന്ദർശിക്കും. മശിഹ വരും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് മശിഹ വരും. ലോകം മുഴുവൻ ദൈവജനം ഭരിക്കുന്നു പറഞ്ഞാൽ ഞങ്ങൾ ഭരിക്കും. ഇതെല്ലാം നമ്മ ആൾക്കാരാണ് എന്ന് പറഞ്ഞ് ഇവരിയ്ക്കുക. അന്നേരമാണ് ഒറിജിനൽ യഹൂദന്മാര്. മനസ്സിലായി? ഒറിജിനൽ യഹൂദന്മാര് വരുന്നത്. ഈ ഒറിജിനൽ യഹൂദന്മാർ വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? നേരെ ആലയം പണിയാൻ തുടങ്ങി. ഇവര് വന്ന് പറഞ്ഞു ഞങ്ങളും വരാം, നമുക്ക് ഒരുമിച്ച് പണിയാം. ഇവര് പറഞ്ഞു ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം പണിയുന്ന നേരത്ത് ഞങ്ങളും നിങ്ങളും തമ്മിൽ ഒരു കാര്യവും ഇല്ല. നിങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ്, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കാൻ പറഞ്ഞു. നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങളുടെ പണി നോക്കി, ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? അവന്മാരെ ഓടിച്ചു വിട്ടു. അവന്മാരാവ് നോക്കി കേട്ടോ ഈ ശമരിയക്കാരൻ. അവർ 2 നേതാക്കന്മാരുണ്ട്, ഒന്ന് സൻബാലത്തെന്നും മറ്റൊന്ന് തോബിയാവെന്നും പറയും. പക്ഷെ ഇവന്മാര് ഭയങ്കര വേന്ദ്രന്മാരാണ്. ഇവരെന്തെന്നറിയാമോ? ഇവരങ്ങോട്ട് പോയി ഒരു ദീർഘമായ ഒരു ലെറ്റർ എഴുതി. ലെറ്റർ ആർക്ക്? ബാബിലോണിലെ രാജാവിന് എഴുതിയിട്ട് പറഞ്ഞു, രാജാവേ, രാജാവ് കുറച്ച് ആൾക്കാരെ ഇങ്ങോട്ട് വിട്ടല്ലോ, പള്ളിയൊക്കെ പണിതോളാൻ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും കൊടുത്ത്. ഈ പുള്ളിക്കാരന്മാരാണെന്നറിയാ, ഇവന്മാര് ഭയങ്കര കക്ഷികളാണ്. ഇവന്മാർ ഇവിടെ വന്ന് രാജാവിനെതിരായിട്ട് വേറൊരു രാജ്യം ഉണ്ടാക്കി, രാജാവിന് ടാക്സ് കൊടുക്കാതെ ആൾക്കാരെ കൂട്ടി രാജാവിനോട് യുദ്ധം ചെയ്ത്
ബാബിലോൺ വരെ തുറക്കാനുള്ള പരിപാടി കാണിക്കുന്ന വേന്തരന്മാരാണ് ഇവന്മാരെന്ന് രാജാവിന് ഇവര് കള്ളക്കത്ത് സൻബല്ലത്തും തോബിയാവും ആൾക്കാരും കൂടെ. നെറ്റൊന്നുള്ള കാലമല്ലെന്നൊക്കെ അറിയാമല്ലോ. ഈ കത്ത് കിട്ടിയപ്പം ഇയാള് വിചാരിച്ച് ശരിയായിരിക്കും. ആര്? ബാബിലോൺ രാജാവ്. അപ്പൊ ഇയാൾ എന്തെന്നറിയാമോ? ഇയാള് പറഞ്ഞു, അങ്ങനാണല്ലേ, സ്റ്റോപ്പ് ഇറ്റ്, ആലയം പണിന്റെ ആവശ്യമേ ഇല്ലെന്ന് പറഞ്ഞു. ഇതെല്ലാം ഞാൻ നെഹമ്യാവ് പഠിപ്പിക്കുന്നുണ്ട്. നെഹമ്യാവും പിന്നെ ഹഗ്ഗായും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്, സക്കറിയാവും ഒക്കെ പഠിപ്പിക്കും. ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും നിങ്ങൾക്ക് പറഞ്ഞറിയാം കാര്യം. പക്ഷെ ഓർത്തിട്ട് പറഞ്ഞു, ഇതൊന്നും അറിയാതെ നമുക്ക് പുതിയ നിയമത്തിലോട്ട് പ്രത്യേകിച്ച് സുവിശേഷത്തിലോട്ട് കയറാനൊക്കത്തില്ല. നിന്നു, പണി മുടങ്ങി. ഇതാണ് ഇങ്ങനെ പണി മുടങ്ങി കിടക്കുക. അത് കഴിഞ്ഞപ്പോ ഇതാണ് സമേറിറ്റൻ ഒപ്പോസിഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞപ്പം 516 BC ആയപ്പം ഡേറിയസ് അല്ലെങ്കിൽ ദാര്യാവേശ് എന്നൊരു രാജാവ് ഉണ്ടായി. ഈ ദാര്യാവേശ് രാജാവിന്റെ കാലത്ത് ഇസ്രായേൽ മൂപ്പന്മാര് ദാര്യാവേശ് രാജാവിന്റെ അടുത്ത് എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, രാജാവേ, കോരേശ് രാജാവ് പുറപ്പെടുവിച്ച ഒരു എഡിക്റ്റ് ഉണ്ട്, ഒരു രാജകൽപ്പനയുണ്ട്, അതൊന്ന് നോക്കാട്ടെന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം കോരേശ് രാജാവിന്റെ എഡിക്റ്റ് വായിച്ചു. ഡേറിയസ് വായിച്ചപ്പോ എന്തുവാ, ശരിയാ, ഇവർക്ക് അവിടെ പോകണം, ഇവർ ആലയം പണിയണം, അതിന് ഇവരുടെ സാധനങ്ങളിൽ ഇവിടെ ഇരിക്കുക, ഇതെല്ലാം കൊടുത്തയക്കണം, ഇതെല്ലാം അന്നേ കൽപ്പന കൊടുപ്പിച്ച വർഷം 10-14 ഇവരുടെ പ്രോജക്റ്റ് മുടങ്ങിക്കിടക്കുന്നു, ഭയങ്കര കഷ്ടമായി പോയല്ലോ. ദാര്യാവേശ് പെട്ടെന്ന് ആളിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന്, അവിടെ മുതൽ ഇവിടെ വരെ ഇസ്രായേൽ ദേശത്ത് വരെ രാജാവിന്റെ മുഴുവൻ പ്രോപ്പർട്ടിയുടെയും ഓരോ പ്രദേശത്തെ ഗവർണർമാരുണ്ടല്ലോ, അവർ കത്തയച്ചു കൊടുത്ത് ഇവർക്ക് വേണ്ടി സഹായം എല്ലാം ചെയ്യണം, ഇവർക്ക് ഇത് പണിയുന്നതിനുള്ള ആലയം പണിയുന്നതിനുള്ള തടി രാജാവിന്റെ വനത്തിൽ നിന്ന് വെട്ടി ആറ്റിക്കൂടെ താഴോട്ട് ഒഴുക്കി കൊടുക്കണം. പിന്നെ ഇവർക്ക് വേണ്ടിയ ഈ ആലയം പണിയുന്ന ആൾക്കാർക്ക് വേണ്ടി ശമ്പളം ഉണ്ടല്ലോ, രാജാവിന്റെ ട്രഷറിയിൽ നിന്ന് അവർക്ക് ശമ്പളം കൊടുക്കണം, അവർക്ക് സെക്യൂരിറ്റി കൊടുക്കണം, ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ കൊല്ലം പണി തീർക്കണം, ഈ വർഷം പണി തീർക്കണം എന്ന് പറഞ്ഞു. അപ്പം 516 BC ദാര്യാവേശ് പറഞ്ഞ അനുസരിച്ച് ഈ പണി തീർന്നു. യെരുശലേം ദേവാലയത്തിന്റെ 2ാം യെരുശലേം ദേവാലയത്തിന്റെ പണി. ഈ ആലയത്തിന് സെരുബ്ബാബേലിന്റെ ആലയം എന്ന് പറയുന്നത്. അപ്പൊ മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ആലയത്തിന് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? അത് ശലോമിന്റെ ആലയം. ഇപ്പൊ 2ാമത്തെ ആലയത്തിന്റെ പേര് സെരുബ്ബാബേലിന്റെ ആലയം. ഇനി അത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി 7ാമത്തെ വലിയ സംഭവം, അത് ഞാൻ ജസ്റ്റ് അങ്ങ് പറയത്തുള്ളൂ, ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യണം, നിങ്ങൾക്കറിയാം. അത് എസ്തേർ രാജ്ഞിയുടെ സമയത്ത് യഹൂദനെതിരായിട്ട് ലോകവ്യാപകമായ ഒരു വലിയ എവൈക്കനിങ് ഉണ്ടായി. അത് എസ്തേർ രാജ്ഞിയും മൊർദെഖായും കൂടെ എങ്ങനെയാണ് ആ ഇഷ്യൂ ഫേസ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ബാബിലോണിൽ നിന്നുള്ള പൊളിറ്റിക്കൽ സപ്പോർട്ട് കുറഞ്ഞ് ഇവരുടെ ഉപദ്രവം, ശമര്യക്കാർ ഉപദ്രവം കൂടി. ഇസ്രായേൽ മക്കൾ അങ്ങ് വളരെ വിഷമിച്ച് അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു വോൾ, യെരുശലേമിന്റെ മതിൽ പണിയാൻ പോലും കഴിയാൻ വയ്യാത്ത അവസ്ഥയിലിരിക്കുമ്പോ യെസ്രാ ശാസ്ത്രി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, എന്തെന്നൊരു വലിയ ശാസ്ത്രി, വലിയ പണ്ഡിതനാണ്. അദ്ദേഹം 458 BC 458 BC എന്താ ചെയ്യുന്നറിയാമോ? ഒരു വലിയ സംഘം ഇസ്രായേൽ മക്കളെ 2ാമത്തെ ബാബിലോണിൽ കളക്ട് ചെയ്തുകൊണ്ട് അവരിങ്ങനെ അഖവാത്തിന്റെ വഴിയൂടെ വന്നപ്പം ഇസ്രായേൽ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ വെച്ചൊരു വലിയ ഉപവാസം പ്രസിദ്ധപ്പെടുത്തി, ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ വാഹന മൃഗങ്ങൾക്കും ശുഭയാത്ര ലഭിക്കേണ്ടതിന്
ഞങ്ങൾ അവിടെ അഖവ ആറ്റിന്റെ തീരത്ത് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തിയെന്ന്. ഇത് വലിയൊരു ഈവന്റ് ആണ്. ഓൾഡ് ടെസ്റ്റ്മെന്റ് അവസാനിക്കാൻ പോകുന്നത് അത് 8ാമത്തെ ഈവന്റ് ആണെങ്കിൽ 9ാമത്തെ ഈവന്റ് എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ രാഷ്ട്രീയ കാര്യങ്ങൾ, ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്തതിന് എല്ലാ സമയത്തും ബാബിലോണിൽ നിന്ന് തീർപ്പ് കൽപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ ബാബിലോൺ എന്ന് പറയുമ്പോ അവർക്ക് ഒരു ഭരണസമിതി, ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ അനുവാദം കൊടുത്തു. ഈ മന്ത്രിസഭയ്ക്കാണ് സൻഹേദ്രിൻ എന്ന് പറയുന്നത്, സനഡ്രീൻ എന്ന് പറയുന്നത്. അപ്പൊ സൻഹേദ്രിൻ എങ്ങനെയാണ് നിലവിൽ വന്നത്, അതിന്റെ സെറ്റപ്പ് എന്തൊക്കെയായിരുന്നു, എവിടെ നിന്നൊക്കെ ആളുകളെ ചേർക്കേണ്ടത്, അതിന്റെ ബിൽറ്റപ്പ് എന്താണ്, ഇത് മുഴുവൻ ഞാൻ സൻഹേദ്രിൻസിനെ പറ്റി അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി അതും കഴിഞ്ഞ് ഈ വന്ന യഹൂദന്മാരുണ്ടല്ലോ, ഇവര് ചില കൊളരായിട്ടുകൾ കാണിച്ചു. ഇവരാ മുമ്പേ പറഞ്ഞ ആര്, സൻബല്ലത്തിന്റെയും തോബിയാവിന്റെയും ആ ശമരിയക്കാരുമായിട്ട് ആവശ്യമില്ലാതെ ഇടകലർന്നിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കി. ആ പ്രോബ്ലം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് നെഹമ്യാവിന്റെ പുസ്തകം പഠിപ്പിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പക്ഷെ ഇപ്പൊ ഓർത്തിരുന്നോണം, ഈ സമയത്താണ് ബാബിലോണിലെ രാജാവിന്റെ, അർത്ഥകഷ്ടക രാജാവിന്റെ കപ്പ് ബെയറർ ആയിരുന്ന പാനപാത്രവാഹകൻ. ഈ പാനപാത്രവാഹകൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇപ്പൊ പാത്രം പിടിച്ചോണ്ട് ഇപ്പൊ നിൽക്കുന്നല്ല കേട്ടോ. ശരിക്കും ഡിപ്ലോമാറ്റിക് സർവീസിനെയാണ് പറഞ്ഞത്. ഡിപ്ലോമാറ്റിക് സർവീസ്. ആ ഡിപ്ലോമാറ്റിക് സർവീസിന്റെ ഹെഡായിരുന്ന നെഹമ്യാവ് അവിടുന്ന് രാജാവിനോട് ലീവ് മേടിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് 445 BC ഒരു വലിയ റിഫോം, ദി ഗ്രേറ്റസ്റ്റ് എവർ പോസിബിൾ റിഫോം ഉണ്ടാക്കി. ഈ റിഫോമോടുകൂടിയാണ് ടു an extent നമുക്ക് പറയാം ഓൾഡ് ടെസ്റ്റ്മെന്റ് പീരിയഡ് അവസാനിക്കുന്നത്. ഈ 10 കൂട്ടം കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വളരെ ശ്രദ്ധയിൽ വെക്കണം. എൻ്റെ കയ്യിൽ ഇതിന്റെ നിങ്ങൾക്ക് തരാനുള്ള ബ്രീഫ് നോട്ട്സ് ഇല്ല. എൻ്റെ ഇതിന്റെ വളരെ ഡീറ്റെയിൽഡ് നോട്ടേ ഉള്ളൂ. അത് ഞാൻ പഠിക്കുന്ന കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് പ്രിപ്പയർ ചെയ്ത നോട്ട്സ് ആണ്. അത് നിങ്ങൾക്ക് പഠിച്ചാൽ, നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്നാൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് മോസ്റ്റ് പ്രോബ്ലി ഞാനത് റീഎഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ടാബ്ലറ്റ് പരുവത്തിലാക്കി തരാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ ആഴ്ചയാകുമ്പോഴത്തേക്ക് നോട്ട്സിൽ എഡിറ്റിംഗ് തീരും. നമ്മുടെ ബോബൻ ബ്രദറാണ് നമ്മുടെ നോട്ട്സ് എല്ലാം എഡിറ്റ് ചെയ്യുന്നത്. ബോബൻ നിങ്ങൾക്കറിയാം, നമ്പർ നിങ്ങൾക്കറിയാം. നമ്മുടെ തോംസൺ ഫ്രെഡറിക്സൺ ബ്രദറാണ് ഇത് മുഴുവൻ അഡ്മിൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന് നിങ്ങൾക്കറിയാം, നമ്പർ നിങ്ങൾക്കറിയാം. നമ്മുടെ ആശയം രാകേഷ് ബ്രദറുമാണ് നമ്മുടെ പ്രോഗ്രാം മുഴുവനും ഹോസ്റ്റ് ചെയ്യുന്നത്. അവർ ചിറക്കെങ്കിലും അവർ നമ്പർ അറിയാൻ തോന്നുന്നു. പിന്നെ ഞാനാണ് ക്ലാസ് എടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഏതാണ്ട് കുറച്ച് പേർക്ക് മനസ്സിലാക്കും. അപ്പം ഇത്രയും പേരെ നിങ്ങൾ ഓർക്കണം. നോട്ട്സിന്റെ കാര്യത്തിന് വേണ്ടി ബോബന്മാരായിരിക്കും നിങ്ങളെ സഹായിക്കുന്നത്. ഈ ആഴ്ച ഇപ്പൊ തരാൻ പറയരുത്, കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ നോട്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്തില്ല. കിട്ടിയ ഉടനെ അത് എഡിറ്റ് ചെയ്യാന്ന് പറയുന്നത് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ആക്കി തരും. ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന 2ാമത്തെ പാർട്ട് എന്ന് പറയുന്നത്, 1ാമത്തെ പാർട്ട് തീർന്നു, ഈ 10 ഇൻഫ്ലുവൻസസ്. 2ാമത്തെ പാർട്ട് എന്ന് പറയുന്നത് വാട്ട് എക്സാക്ട്ലി ഹാപ്പൻഡ് ഇൻ ദി ഇന്റർ ടെസ്റ്റ്മെന്റ് പീരീഡ് എന്നുള്ളതാണ്. ആ ഇന്റർ ടെസ്റ്റ്മെന്റ് പീരീഡിൽ 6 പ്രധാന ഡെവലപ്മെന്റ് അപ്ഹീവൽസ് ആണ് ഉണ്ടായത്. ആ 6 അപ്ഹീവൽസിനെ പറ്റി കർത്താവ് അനുവദിച്ചാൽ നാളെ ഈവനിങ്ങിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഇന്ന് എനിക്ക് വേറൊരു മീറ്റിംഗ് പ്രസംഗിക്കാനുള്ളത്, അതുകൊണ്ട് ഇന്ന് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഇല്ല, നാളെയും ഇല്ല. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എഴുതി വെച്ചോണം. ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മൾ ആൻസർ ചെയ്യാതിരിക്കുന്ന പ്രശ്നമേ ഇല്ല. നിങ്ങളുടെ ക്വസ്റ്റ്യൻ റിലവൻ്റ് അല്ല എന്നൊന്നും നിങ്ങൾക്ക് തോന്നലുണ്ടാകരുത്. കാരണം നിങ്ങൾക്ക് അതൊരു സംശയമാണെങ്കിൽ എനിക്കത് റിലവൻ്റ് കേട്ടല്ലോ. നിങ്ങളുടെ മനസ്സിൽ ആ സംശയം ഉണ്ടായെങ്കിൽ എനിക്കത് റിലവൻ്റ് ആണ്, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ പിൻ പോയിന്റ് ചെയ്യണം, പോയിന്റ് ഔട്ട് ചെയ്യണം. എന്നിട്ട് തോംസനെ അറിയിക്കണം. തോംസൺ അതെല്ലാം എനിക്ക് പറഞ്ഞു തരുന്നു, എന്നെ ഇൻഫോം ചെയ്യുന്നുണ്ട്. അറ്റ് ദി റൈറ്റ് ടൈം ഐ വിൽ കം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്തില്ല, കാരണം അത് പഠിപ്പിക്കുമ്പോൾ ഉള്ളതാണ്. അപ്പോൾ പറഞ്ഞേ ഒക്കത്തുള്ളൂ, പറഞ്ഞു പോകും. ബാക്കി സിലബസിന് പുറത്തുള്ളതാണെന്നുണ്ടെങ്കിൽ കണ്ടെത്തി ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കാറാകട്ടെ. താങ്ക് യു എവരിബഡി വെരി മച്ച് for attending the class today. May the Lord bless all of you abundantly
exceedingly. Now it is time for me to say goodbye to you. May the Lord bless you. Now the screen is back to the host. Bye. I look forward to seeing you tomorrow, same place, same time. Thank you. താങ്ക് യു. പ്രിയ ബാബു സാറിനോടുള്ളതായ നന്ദി അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സെഷൻ ഇന്ന് സന്ധ്യാസമയത്ത് നമുക്ക് ലഭിക്കുവാനിടയായി തീർന്നു. എൻട്രി ഇൻ ടു ദ ന്യൂ ടെസ്റ്റ്മെന്റ് വേൾഡിലേക്കുള്ളതായ ആ ഒരു പാലം നമുക്ക് കടക്കുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ പഠിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ പഠന പരമ്പര നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് പിന്നെ നമ്മളെ സഹായിക്കട്ടെ. തീർച്ചയായിട്ടും ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ തുടർമാനമായി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. അതുപോലെ ഈ ക്ലാസ്സിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കൂടി നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുത്ത് അവരെ ഈ ക്ലാസ്സിലേക്ക് ഗൈഡ് ചെയ്യുവാൻ കൂടി പ്രത്യേകം ഓർപ്പിക്കുന്നു. ദയവായി കർത്താവ് സഹായിക്കട്ടെ. സാങ്കുട്ടിച്ചാൻ എന്തെങ്കിലും പ്രത്യേക ഇൻഫർമേഷൻസ് വല്ലതും ഉണ്ടോ? സാങ്കുട്ടിച്ചാൻ? ഓക്കെ. ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ കടന്നു പോകാം. ഈ സമയത്ത് കർത്താവിൻ ദാസൻ പാസ്റ്റർ വിജയ വർഗീസ് ഈ സമയത്ത് നമ്മെ പ്രാർത്ഥിക്കുകയും ആശീർവാദം പറയുകയും ചെയ്യും. കർത്താവിൻ ദാസൻ പാസ്റ്റർ വിജയ വർഗീസ്. പാസ്റ്റർ വിജയ വർഗീസ് പാസ്റ്റർ. ഇപ്പോഴെന്നെ അൺമ്യൂട്ട് ചെയ്യാൻ അനുവദിച്ചത്. ഇത്രയും നേരം എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പോഴും അൺമ്യൂട്ട് ചെയ്തു. ഓക്കെ, താങ്ക് യു. കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് ലഭിക്കുവാൻ കർത്താവേ, പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്കുള്ള ഒരു പാലം, അത് ഞങ്ങൾ 400 വർഷത്തെ കറുത്ത വർഷമായി ഇറയായി കണ്ടെത്തിയെങ്കിൽ ഒരു പാലം പണിയുവാൻ എങ്ങനെ ഞങ്ങൾ അതിലേക്ക് എത്തിച്ചേരുന്നുള്ള വിശദമായി അതിന്റെ സ്ക്രീനിലൂടെ ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശം തരുവാൻ, പഠിപ്പിക്കുവാൻ കർത്താവിനെ ശക്തിയോടെ അങ്ങ് ഉപയോഗിച്ചല്ലോ. നന്ദി, നന്ദി കർത്താവിന് നന്ദി. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവിനെ അധികമായി അനുഗ്രഹിച്ചാണ് തന്റെ ആരോഗ്യസ്ഥിതികളുമേൽ കർത്താവെ ഒരു ദീർഘമായ പ്രോഗ്രാം ഇട്ടിരിക്കുകയാണ്. ആ കാലഘട്ടം മുഴുവനും ഞങ്ങൾക്കത് അങ്ങയുടെ വരവ് താമസിക്കുന്നെങ്കിൽ അത് ഗ്രഹിക്കുവാനുള്ള അവസരം കർത്താവ് ഒരുക്കണം. അങ്ങയുടെ വരവ് അങ്ങനെ മുമ്പെങ്കിൽ ഞങ്ങൾക്കത് വേണ്ട. ഞങ്ങൾ അവിടെ വന്ന് അതെല്ലാം പഠിച്ചുകൊള്ളാം. ഈ പൽക്കാലം അങ്ങ് ഏതെല്ലാം ഉപകാരങ്ങൾക്കായി നന്ദി പറയുന്നു. കർത്താവ് അനുഗ്രഹിച്ചാട് എന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഓരോ ജീവിതങ്ങളെയും പരിശുദ്ധാത്മാവ് ജ്ഞാനാത്മാവിനെ കൊടുത്ത് ഗ്രഹിക്കുവാൻ, പരിശുദ്ധാത്മാവിലൂടെ ഗ്രഹിക്കുവാനുള്ള കൃപ കൊടുത്താട്ടെ. മഹത്വമെല്ലാം കർത്താവ് എടുത്താട്ടെ. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപയും സമാധാനം ഞങ്ങൾ കേട്ട വചനം നടത്തിയ കർത്തദാസൻ കൂടി വന്ന എല്ലാ ദൈവജനത്തോടും കൂടി ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കൂടി ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറയുന്നു. നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് തന്നെ 4:50 തന്നെ നമ്മുടെ ലിങ്ക് ഓപ്പൺ ആകുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യാൻ ഓർപ്പിക്കുന്നു. ബാബു സാറിനോടും ടീം അംഗങ്ങൾക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു. ഹല്ലേലൂയയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന കർത്താവ് ദാസൻ, പ്രിയ സാങ്കുട്ടിച്ചാൻ, തോമസൻ ബ്രദർ, രാകേഷ് ബ്രദർ, എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലസ് യു. Thank you. God bless.